മരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാസമ്മേളനമാണല്ലോ. ഈ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന കുട്ടികളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഈ കുട്ടികളുടെ മീറ്റിങ്ങിലൂടെ അനേക കുഞ്ഞുങ്ങൾക്ക് യേശു കർത്താവിനെക്കുറിച്ചുള്ള നല്ല പാട്ടുകൾ പാടുവാനും പഠിക്കുവാനും ദൈവവചനം പഠിക്കുവാനും അവർക്ക് സാധിക്കുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുവാനായിട്ട് ചെറുപ്രായം മുതലേ ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ മീറ്റിങ്ങിൽ ധാരാളം കുഞ്ഞുങ്ങൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്നു. അവരുടെ മാതാപിതാക്കളും അവരോടൊപ്പം വന്ന് പങ്കെടുക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കേരള CSSM ആൻഡ് സ്ക്രിപ്ചർ യൂണിയനെ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ മരമൺ കൺവെൻഷനിലെ അതിപ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് കുട്ടികളുടെ മീറ്റിംഗ്. ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് അതിലൂടെ ചെയ്യുന്നത്. അതിന് CSSM ആൻഡ് സ്ക്രിപ്ചർ യൂണിയൻ ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകി വരുന്നു. ഈ മരമൺ കൺവെൻഷൻ ആരംഭിച്ച കാലം മുതൽ തന്നെ ഈ CSSM ആൻഡ് സ്ക്രിപ്ചർ യൂണിയനാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷയിലൂടെ അനേക കുഞ്ഞുങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു. അതിലൂടെ ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഈ വലിയ സംരംഭം കൊണ്ട് സാധിക്കുന്നു. Grace to you and peace from the one who is, the one who was, and the one who is to come. ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനുമായ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ആശംസിക്കുന്നു. Good afternoon, brothers. Good afternoon, sisters. പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ വന്ദനം. We're all here, and all that we are is here, and I'm glad to be here. നിങ്ങളെല്ലാവരോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. Surrounded by such a great cloud of witnesses, all of you. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്താൽ ചുറ്റപ്പെട്ട് ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ ഏറെ സംപ്രീതനാണ്. There is so much about Jesus' life we will never know. നാം ഒരിക്കലും അറിയാത്തതായി യേശുവിൻ്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളുണ്ട്. Partly we won't know it because we just will never know it until eternity. ഭാഗമായി നാം ഒരുപക്ഷെ അറിഞ്ഞേക്കാമെങ്കിലും പൂർണ്ണമായി അറിയണമെങ്കിൽ നിത്യത വരെ നാം കാത്തിരിക്കേണ്ടി വരും. But certain parts of it we don't know because we haven't asked the right questions. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ ചോദിക്കേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതുവരെയും ചോദിക്കാത്തതുകൊണ്ട് നാം അറിഞ്ഞിട്ടില്ല. Let me give you an example. ഞാനൊരു ഉദാഹരണം പറയട്ടെ. Nobody has ever really studied in depth the emotional life of Jesus. യേശു ക്രിസ്തുവിൻ്റെ വൈകാരിക ജീവിതത്തെ പറ്റി ആഴത്തിൽ പലപ്പോഴും നാം പഠിച്ചിട്ടേയില്ല. What made him sad? What made him glad? What made him mad? യേശു ക്രിസ്തുവിനെ ദുഃഖിപ്പിച്ചത് എന്ത്? യേശു ക്രിസ്തുവിനെ സന്തോഷിപ്പിച്ചത് എന്ത്? യേശു ക്രിസ്തുവിനെ പലപ്പോഴും വളരെയധികം കോപാകുലനാക്കിയതെന്ത്? They tell us now that your success in business depends more on what they call your EQ than your IQ, your emotional intelligence more than your intellectual intelligence. ഇന്നത്തെ പഠനമനുസരിച്ച് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ബൗദ്ധികമായ വളർച്ചയേക്കാൾ ഉപരി നമ്മുടെ വൈകാരികമായ ഒരു വളർച്ചയാണ് നമ്മുടെ ജീവിത വിജയത്തിന് കാരണമായിരിക്കുന്നത് എന്ന വസ്തുതയാണ്. So with all of this research on what does it mean to develop a mature emotional life, we've never really studied Jesus' emotional life. നമ്മുടെ വൈകാരിക ജീവിതത്തിൻ്റെ വളർച്ചയെപ്പറ്റി വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കുന്നുവെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വൈകാരിക ജീവിതത്തെപ്പറ്റി ഭാവത്തെപ്പറ്റി പലപ്പോഴും പഠിക്കുവാൻ നാം മെനക്കെട്ടിട്ടില്ല തന്നെ. For example, we know Jesus cried twice. നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് യേശു 2 തവണ കണ്ണുനീർ വാർത്തു എന്നത്. Now what makes you cry? എന്തൊക്കെയാണ് നമ്മെ കരയിപ്പിക്കുന്ന കാര്യങ്ങൾ? What made Jesus cry, at least in these two circumstances, was a place and a person. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ 2 പ്രത്യേക സന്ദർഭങ്ങളിൽ യേശുക്രിസ്തുവിനെ കണ്ണുനീർ വാർക്കുവാൻ ഇടയായി തീർന്നത് ഒന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് ഒരു സ്ഥലത്തെ സംബന്ധിച്ചാണ്.
Remember, Jesus cried over a place called Jerusalem. യേശുക്രിസ്തു യെരൂശലേം എന്ന ആ നഗരത്തെ ചൊല്ലി കരഞ്ഞു എന്ന് നാം അറിയുന്നു. He loved a place enough to cry over it. ആ നഗരത്തെ പറ്റി കരയുവാൻ തക്കവണ്ണം അത്രമാത്രം യേശുക്രിസ്തു സ്നേഹിച്ചിരുന്നു. Let me tighten the focus. He loved a city enough to cry over it. അല്പം കൂടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പറയുകയാണെങ്കിൽ യേശുക്രിസ്തു ഒരു ചെറിയ പട്ടണത്തെ കരയുവാൻ തക്കവണ്ണം അത്രമാത്രം അതിനെ സ്നേഹിച്ചിരുന്നു. Let me really tighten the focus. He loved a postal code enough to cry over it. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു കരയുവാൻ തക്കവണ്ണം ഒരു ചെറിയ സ്ഥലത്തെ, ഒരു പിൻകോഡ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചെറിയ ഇടത്തെ, ഒരു ചെറിയ പ്രദേശത്തെ ചൊല്ലി വ്യാകുലപ്പെട്ടു. Does your church, do you love your postal code enough to cry over it? ഇത് നിങ്ങളുടെ സഭയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയ പ്രദേശത്തെ അതിനുവേണ്ടി കരയുവാൻ തക്കവണ്ണം നിങ്ങൾ അത്രമാത്രം അതിനെ സ്നേഹിക്കുന്നുണ്ടോ? Do you love this great nation enough to cry over it? ഈ വലിയ രാജ്യത്തെ അതിനുവേണ്ടി കരയുവാൻ തക്കവണ്ണം നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. Jesus cried over a place. യേശുക്രിസ്തു ഒരു പ്രദേശത്തെ ചൊല്ലി, ഒരു സ്ഥലത്തെ ചൊല്ലി കരഞ്ഞു. But he also cried over a person. യേശുക്രിസ്തു ഒരു സ്ഥലത്തെ ചൊല്ലി മാത്രമല്ല, ഒരു വ്യക്തിയെ ചൊല്ലിയും കരഞ്ഞു. And the person's name was, you remember? ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമോ? Lazarus. ലാസർ എന്നാണ് യേശു സ്നേഹിച്ച ആ വ്യക്തിയുടെ നാമം. And who was Lazarus? ആരാണ് ഈ ലാസർ? Lazarus was his best friend. യേശുക്രിസ്തുവിന്റെ ആത്മസ്നേഹിതനായിരുന്നു ലാസർ. Now let's just stop right there നമുക്ക് ഒരു നിമിഷം അവിടെ ഒന്ന് നിർത്താം. and realize Jesus had a best friend. നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, യേശുക്രിസ്തുവിനും ഒരു ഏറെ അടുപ്പമുള്ള ഒരു സഖിയുണ്ടായിരുന്നു എന്നതാണ്. Our Lord and Savior had a best friend. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനും ഒരു ആത്മസ്നേഹിതനുണ്ടായിരുന്നു. They recently did a survey in the United States of clergy, and they found out that 61% of all clergy said they had no best friend. അമേരിക്കൻ ഐക്യനാടുകളിൽ അടുത്തിടെ നടത്തിയ അവിടെയുള്ള പട്ടക്കാരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് 61% പട്ടക്കാർക്ക് അവർക്കാർക്കും വളരെ അടുപ്പമുള്ള സ്നേഹിതന്മാരില്ല എന്ന വസ്തുത വെളിവായി. Almost 2/3 of all ministers in the United States think they're better than Jesus. They don't need a best friend. ഞാൻ താമസിക്കുന്ന രാജ്യമായ അമേരിക്കൻ ഐക്യനാടുകളിൽ ഏതാണ്ട് 2/3 വൈദികർക്കും അവർ യേശുവിനേക്കാളും ഒക്കെ വലിയവരാണെന്നാണ് ഭാവം. കാരണം യേശുവിന് പോലും ഒരു ആത്മസ്നേഹിതൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്നേഹിതർ ആ പട്ടക്കാർക്ക് ആരുമില്ല. And notice one other thing about Jesus' best friend. യേശുക്രിസ്തുവിന്റെ ഈ ആത്മസഖിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. He was not one of the 12. ആ വ്യക്തി 12 ഒരുവനായിരുന്നില്ല. He needed a person to go to so he could get away from the 12 sometimes. ഈ 12 മധ്യത്തിൽ നിന്ന് മറ്റൊരാളുടെ അടുക്കിലേക്ക് ഒരു സ്നേഹബന്ധത്തിനായി പോകുവാൻ യേശു താല്പര്യപ്പെട്ടിരുന്നു എന്നതാണ് നമ്മെ അതിശയിപ്പിക്കുന്ന വസ്തുത. And the place and person he went away to was Lazarus, who lived in Bethany with his 2 sisters. തന്റെ 2 സഹോദരിമാരോടൊപ്പം ബഥാന്യ എന്ന ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ലാസറിന്റെ അടുക്കലേക്കാണ് യേശുക്രിസ്തു ചങ്ങാത്തം കൂടുവാൻ പോയത്. Now Bethany is about 2 miles from Jerusalem. യെരൂശലേമിൽ നിന്ന് 2 മൈൽ ദൂരമുള്ള ഒരു ഗ്രാമമാണ് ബഥാന്യ. And that day a very short walk. അത് വളരെ ഹ്രസ്വമായ ഒരു നടപ്പിനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. So when Jesus was in Jerusalem, he could escape and just go and hang out in Bethany. യേശുക്രിസ്തു എപ്പോഴൊക്കെ യെരൂശലേമിലുണ്ടോ അപ്പോഴൊക്കെയും വളരെ വേഗത്തിൽ തന്നെ ബഥാന്യയിൽ പോയി അവിടെ സമയം ചെലവഴിക്കുവാൻ, തന്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. In fact, I think if you read the whole life of Jesus, that Bethany is his favorite place on earth. ഈ ഭൂമിയിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ചെറിയ ഇടമുണ്ടെങ്കിൽ അത് ബഥാന്യ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. He loved to hang at Bethany. ബഥാന്യയിൽ വളരെ സന്തോഷത്തോടെ അവരുമായി ഒരുമിച്ച് സല്ലപിക്കുവാൻ യേശുക്രിസ്തുവിന് സന്തോഷമായിരുന്നു. To be with his best friend and Martha and Mary. തന്റെ പ്രിയ സുഹൃത്തിനോടൊപ്പവും ആ സുഹൃത്തിന്റെ 2 സഹോദരിമാരായ മാർത്തയോടും മറിയോടുമൊപ്പം സമയം ചെലവിടുവാൻ യേശു ഏറെ ആഗ്രഹിച്ചിരുന്നു. There's another reason Jesus likes to hang at Bethany. ബഥാന്യയിൽ ഈ ഭവനത്തിൽ യേശുക്രിസ്തു സഖിത്വം ആഗ്രഹിച്ചത് അതിന് മറ്റൊരു കാരണവും കൂടെയുണ്ട്. Jesus loves Martha's cooking.
യേശുക്രിസ്തുവിന് മാർത്തയുടെ പാചകം ഏറെ ഇഷ്ടമായിരുന്നു. Reread the whole story. ഈ ഒരു കഥ മുഴുവൻ നമുക്ക് വ്യത്യസ്തമായി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. The best definition of the gospel I have ever heard is this: Jesus ate good food with bad people. സുവിശേഷങ്ങളെ പറ്റി ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ നിർവചനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ലോകത്തിൽ മോശമായ മനുഷ്യരോട് ചേർന്ന് നല്ല ഭക്ഷണം കഴിക്കുന്ന യേശു എന്നതാണ്. If you're reading the gospel and you're not getting hungry, you're not reading it right. പുതിയ നിയമത്തിലെ സുവിശേഷ ഭാഗങ്ങൾ നാം വായിക്കുകയും നമുക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു താല്പര്യം നമ്മളുടെ ഉള്ളിൽ ജനിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വായന അത്ര ശരിയല്ല എന്ന് ഞാൻ പറയുകയാണ്. Almost every time you meet Jesus, he's eating. യേശുക്രിസ്തുവിനെ നാം എവിടെയൊക്കെ കണ്ടുമുട്ടുന്നോ അവിടെയൊക്കെയും കർത്താവ് ഒരു ഭക്ഷണമേശയിലാണ്. What's his first miracle? യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? Where does it take place? എവിടെയാണ് അത് സംഭവിച്ചത്? At a wedding feast. ഒരു വലിയ ഒരു വിവാഹത്തിന്റെ വിപുലമായ സൽക്കാരമധ്യേയാണ് അത് സംഭവിച്ചത്. Cana of Galilee, it's a big festival feast. കാനാവിൽ ഇതാ വളരെ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടെയുള്ള ഒരു ബൃഹത്തായ വിവാഹ സദ്യ. That's how he begins his ministry. അങ്ങനെയാണ് യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. How does he end his ministry just before he goes out to the cross? യേശുക്രിസ്തു കുരിശിലേക്ക് നടന്നു നീങ്ങുന്നതിന് തൊട്ട് മുൻപ് ഏത് പ്രവൃത്തിയാണ് ചെയ്തത്? He gathers his disciple for a meal. തന്റെ ശിഷ്യന്മാരെല്ലാം ഒന്നിച്ചു കൂട്ടി അവർ ഒരുമിച്ച് ഒരു അത്താഴം കഴിക്കുന്നു. And it says when the supper was over, he then took bread and blessed it. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്താഴത്തിന് ശേഷം കർത്താവ് അപ്പമെടുത്തു വാഴ്ത്തി എന്നതാണ്. And in between those two events, Jesus is always at table. Almost all the time, he's at table. ഈ രണ്ട് ഭക്ഷണമേശയുടെ ഒരു വശത്തെ വിവാഹ സദ്യയുടെയും പിന്നീട് പന്തിരുവരോട് ചേർന്നുള്ള അന്ത്യ അത്താഴത്തിന്റെയും മധ്യത്തിൽ എല്ലായ്പ്പോഴും യേശുക്രിസ്തു ഭക്ഷണവുമായുള്ള ബന്ധത്തിൽ നിരന്തരം നാം കർത്താവിനെ കാണുന്നു. Sometimes he's in boats, sometimes he's on hills, but most of the time he's teaching at a table. പലപ്പോഴൊക്കെ യേശുക്രിസ്തു പടകിൽ സഞ്ചരിക്കുകയാണ്, ചില സമയത്ത് മലമുകളിലാണ്, ചിലപ്പോഴൊക്കെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഈ കർത്താവിന്റെ ഉപദേശമൊക്കെയും നടക്കുന്നത് ഒരുമിച്ചുള്ള ഭക്ഷണമേശയിലാണ് എന്ന വസ്തുത നമുക്കേറെ ആശ്ചര്യകരമാണ്. In fact, one of the accusations against him is his table manners, the people that he ate with. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുണ്ടായ ആരോപണ ശരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ആളുകളോട് ചേർന്നാണ് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചത് എന്നതിനെ ചൊല്ലിയായിരുന്നു. He even invites himself over to somebody's house. പലപ്പോഴും ചിലരുടെയൊക്കെ ഭവനങ്ങളിലേക്ക് യേശുക്രിസ്തു സ്വയം അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടേക്ക് പോവുകയാണ്, അവരെ കൊണ്ട് തന്നെ ക്ഷണിപ്പിച്ച് അവിടേക്ക് പോവുകയാണ്. Zacchaeus, I'm going to your house for dinner today. You're inviting me home. സഖായിയോട് യേശുക്രിസ്തു പറയാണ്, സഖായിയെ ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടതാണ്, എനിക്ക് നിന്നോടൊപ്പം അത്താഴം കഴിക്കുവാൻ താല്പര്യമുണ്ട്, നീ എന്നെ ക്ഷണിക്കുക, ഞാൻ അവിടേക്ക് വരികയാണ്. Now Jesus fasted, sure. നിശ്ചയമായും യേശുക്രിസ്തു ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിട്ടുണ്ട്. And he warned people not to follow him for the loaves and fishes, not to follow him for the food. യേശുക്രിസ്തു മറ്റുള്ളവരോട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഭക്ഷണത്തിനു വേണ്ടിയല്ല, ഈ അപ്പത്തിനു വേണ്ടിയും മത്സ്യത്തിനു വേണ്ടിയും അല്ല തന്നെ അനുഗമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. But John was known for fasting, Jesus was known for feasting. എന്നാൽ നാം പൊതുവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ എല്ലായ്പ്പോഴും ഭക്ഷണരാഹിത്യവും അതേസമയം യേശുക്രിസ്തു ഭക്ഷണത്തോടുള്ള വലിയ ഒരു ഉത്സാഹവും ഒരു വലിയ ആഹ്ലാദവും തങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് നാം കാണുന്നു. That's the bad rap on him. He's always feasting, he's always eating. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നവും ആരോപണവും ഇത് തന്നെയായിരുന്നു, അവൻ തീനിയും കുടിയനുമായ മനുഷ്യൻ, എല്ലായ്പ്പോഴും ഭക്ഷണമേശയിൽ അവനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെ. So whenever you encounter Jesus in the Gospels, you're likely to find food. യേശുക്രിസ്തുവിനെ സുവിശേഷങ്ങൾ നാം കണ്ടെത്തുമ്പോൾ മിക്കപ്പോഴും ഒരു ഭക്ഷണവുമായുള്ള ബന്ധത്തിൽ യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. So you know he loves Bethany because of Martha's cooking. അതുകൊണ്ട് തന്നെ മാർത്തയുടെ അതിമനോഹരമായ രുചികരമായ പാചകം കൊണ്ടായിരിക്കാം അതിലൊരു പ്രധാന കാര്യമായി യേശു ബഥാന്യയെ സ്നേഹിച്ചത്. The text says that Martha was stressed out. She was anxious.
ഈ വേദഭാഗം പറയുന്നത് മാർത്ത വളരെയധികം വിചാരപ്പെട്ടിരുന്നു എന്നതാണ്. വളരെയധികമായി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. I got to feed Jesus. എനിക്ക് യേശുവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം എന്നതിനെ പറ്റി മാർത്ത വളരെയധികം വിചാരപ്പെട്ടിരുന്നു. And so she's all anxious and stressed out about having to feed Jesus. വളരെയധികം ആകുല ചിന്തയോടെയാണ് യേശുവിനെ മാർത്ത സ്വീകരിക്കുകയും യേശുവിനെ സൽക്കരിക്കുകയും ചെയ്യുന്നത്. And she looks at Jesus and says, look at, how come Mary doesn't have to work as hard as I'm working? Why can't you call her and tell her to help me? മാർത്ത യേശുവിനോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് കർത്താവേ മറിയ ഒരു ജോലിയും ചെയ്യാതെ നിന്റെ വാക്കുകൾ കേട്ടിരിക്കുന്നത്? ഞാനാണെങ്കിൽ നിന്നെ ഒന്ന് പോഷിപ്പിക്കുവാൻ വേണ്ടി സൽക്കരിക്കുവാൻ നീ എത്രമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. In other words, if I got to feed you, Mary should have to feed you too. അങ്ങനെയെങ്കിൽ മറിയയോടൊപ്പം എനിക്കും നിന്റെ ശബ്ദം കേൾക്കാനിരിക്കണം. മറിയയും ഇവിടെ വന്ന് എന്നോടൊപ്പം അധ്വാനിക്കണം. And Jesus goes, whoa. യേശു പറയുകയാണ്, മാർത്തേ, I thought you enjoyed feeding me. മാർത്തേ, ഞാൻ വിചാരിച്ചത് എന്നെ സൽക്കരിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടെന്നാണല്ലോ. Martha, I thought it brought you pleasure to feed me. നിനക്ക് എന്നെ ശുശ്രൂഷിക്കുന്നതിൽ അനന്തമായ ഒരു ആഹ്ലാദമുണ്ട് എന്ന് ഞാൻ ധരിച്ചിരുന്നല്ലോ. I thought it was your joy to feed me. നിനക്ക് എന്നെ സൽക്കരിക്കുന്നതിൽ നീ ആനന്ദം കണ്ടെത്തി എന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. It's been my joy to eat your food. എനിക്ക് നിന്റെ ഭക്ഷണം ലഭിക്കുന്നത് ഏറെ സന്തോഷമാണ്. But Martha, if your feeding me becomes a duty, it becomes an obligation. എന്നാൽ മാർത്തേ, എന്നെ സൽക്കരിക്കുന്നത് നിന്നെ സംബന്ധിച്ച് വലിയ പ്രയാസമേറിയ ഉത്തരവാദിത്വവും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വലിയ ജോലിയുമാണെങ്കിൽ, മാർത്തേ, I'd rather fast. ഞാൻ വേണമെങ്കിൽ ഭക്ഷണമില്ലാതെ ഞാൻ ഉപവസിച്ചുകൊള്ളാം. Learn from your sister. നിന്റെ സഹോദരിയിൽ നിന്ന് നീ കാര്യം പഠിക്കുക. She's just enjoying my presence. എൻ്റെ ഈ ഭവനത്തിലെ സാന്നിധ്യം നിന്റെ സഹോദരി എത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. In the way that Martha enjoys my presence and I enjoy hers, look at her. നീ മറിയെ ശ്രദ്ധിക്കുക. എൻ്റെ സാന്നിധ്യം അവളെ എത്ര സന്തോഷഭരിതയാക്കുന്നു. I thought the way you enjoyed my presence was to cook for me and to bring me this joy of your gift of food. എൻ്റെ ധാരണ, നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം ഭക്ഷണം തയ്യാറാക്കുമ്പോൾ നീ അതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നതിൽ നീ ഏറെ സന്തോഷവതിയാണെന്നാണല്ലോ ഞാൻ ധരിച്ചിരുന്നത്. When your cooking for me becomes a burden and an obligation, Martha, don't cook for me. മാർത്തേ, എന്നെ ശുശ്രൂഷിക്കുന്നത് നിനക്ക് വലിയൊരു ഭാരമെങ്കിൽ നീ ഒരിക്കലും അതിന് മുതിരരുത്. You see, Martha, you're more important to me than your food. മാർത്തേ, നീയാണ് എനിക്ക് ഏറെ പ്രധാനം, നിന്റെ ഭക്ഷണത്തെക്കാളൊക്കെ ഉപരി. As much as I love your food, നിന്റെ ഭക്ഷണം ഞാൻ ഏറെ സ്നേഹിക്കുന്നുണ്ട്. you mean more to me എങ്കിലും നീയാണ് എനിക്ക് അതിലും ഏറെ പ്രധാനം. than anything you make for me. നീ എനിക്ക് വേണ്ടി പാചകം ചെയ്യുന്ന എന്തിലും അധികമായി എനിക്ക് നിന്നെയാണ്, നിന്റെ ജീവിതമാണ് താല്പര്യം. See, for Jesus, the servant is more important than the service. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ശുശ്രൂഷയേക്കാൾ ഉപരി അതിപ്രധാനമായുള്ളത് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. God created you for God's pleasure. ദൈവത്തിന്റെ സന്തോഷത്തിനു വേണ്ടിയും ഏറെ ആഹ്ലാദത്തിനു വേണ്ടിയുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. And God created you out of God's pleasure. ദൈവത്തിന്റെ ആഹ്ലാദത്തിൽ നിന്ന് തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. And Jesus wants nothing more than the pleasure of your presence. നമ്മുടെ സാന്നിധ്യത്തിന്റെ ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ സന്തോഷത്തിലുപരിയായി ദൈവത്തിന് നമ്മിൽ നിന്ന് യാതൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല. And Martha wasn't present to Jesus anymore because she was so stressed out. മാർത്തയുടെ മാനസിക സമ്മർദ്ദം കൊണ്ട്, യേശുവിനെ ശുശ്രൂഷിക്കുന്നതിന്റെ സമ്മർദ്ദം കൊണ്ട് ഇതാ യേശുവിന് മാർത്തയുടെ സാന്നിധ്യം നൽകുവാൻ, സഖിത്വം നൽകുവാൻ മാർത്തയ്ക്ക് കഴിയാതെ പോകുന്നു. For Jesus, it's all about the relationship. യേശുവിനെ സംബന്ധിച്ച് നമ്മുടെ ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. You see, God created us out of God's pleasure. ദൈവത്തിന്റെ അതിയായ ഉദാത്തമായ ആനന്ദത്തിൽ നിന്നാണ് ദൈവം നമ്മെ മെനഞ്ഞുണ്ടാക്കിയത്. You don't work to receive God's pleasure, you work out of God's pleasure. Your very creation is an act of God's pleasure. ദൈവത്തിന്റെ ഒരു വലിയ ആനന്ദത്തിന്റെ പ്രകടനം തന്നെയാണ് നമ്മുടെ സൃഷ്ടി. ആ വലിയ ആഹ്ലാദത്തിൽ നിന്ന്, ദൈവ സന്തോഷത്തിൽ നിന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. Sisters, brothers, സഹോദരിമാരെ, സഹോദരന്മാരെ, we've been on a journey together.
നാം ഒരുമിച്ച് ഈ യാത്ര ആരംഭിച്ചു. We've had these experiences together, you and I. നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയുടെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സാധിച്ചു. I've tracked your life, I've tracked your ministry. ഈ ഒരു ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. I've watched how your faith has grown. നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് വർദ്ധിച്ചു വന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. You are my beloved son, you are my beloved daughter. നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പ്രിയപുത്രി. I take great pleasure in you. നിന്നിൽ, നിന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. Or there's Hebrews 10. അല്ലാത്തപക്ഷം എബ്രായ ലേഖനം 10-ാം വാക്യത്തിലെ അവസ്ഥ. Not Matthew 3, but Hebrews 10. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായമല്ല, എബ്രായ ലേഖനം 10-ാം അധ്യായം. And Hebrews 10 is what happened. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അവിടെയുള്ള സന്ദർഭം ഏതാണ്? You lost your faith. നിന്റെ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. You lost your confidence. നിന്റെ കർത്താവിലുള്ള ഉറപ്പ് നിനക്ക് നഷ്ടമായിരിക്കുന്നു. You lost your trust in my promises. ദൈവിക വാഗ്ദത്തത്തിനുള്ള നിങ്ങളുടെ വിശ്വാസവും ഉറപ്പും നിങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. Depart from me. എന്നിൽ നിന്ന് വിട്ടുപോകുക. I take no pleasure in you. നിങ്ങളിൽ ഞാൻ അശേഷം പോലും സന്തോഷിക്കുന്നില്ല. We were made to experience God's pleasure. ദൈവത്തിന്റെ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ, അതിൽ പങ്കുചേരുവാനാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. Receive the joy of God's pleasure. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷവും ആനന്ദവും സ്വീകരിക്കുവാനും അത് അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. So whether you're a Martha or a Mary this morning, നിങ്ങൾ ഈ മധ്യാഹ്നത്തിൽ ഒരു മാർത്തയോ ഒരു മറിയോ ആണെങ്കിലും, Mary adored and revered Jesus through ministering to his spirit and his mind. യേശുക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലായിരിക്കുകയും ചെയ്യുന്നതിലൂടെ മറിയ കർത്താവിന് സന്തോഷവും ആനന്ദവും പകരുകയുണ്ടായി. Martha revered and adored Jesus through ministering to his body. മാർത്തയെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നതിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ മാർത്ത കർത്താവിനെ ആദരിച്ചു, ബഹുമാനിച്ചു. The church needs Marthas and Marys. സഭയ്ക്ക് ഇന്ന് മാർത്തയെയും ആവശ്യമുണ്ട്, മറിയയും ആവശ്യമുണ്ട്. But most of all, എന്നാൽ അതിലുമുപരി Jesus wants the pleasure of your presence. യേശുക്രിസ്തുവിന് നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ ആഹ്ലാദവും സന്തോഷവും സഖിത്വവുമാണ് ഏറെ താല്പര്യം. Jesus wants a daily relationship with you. നമ്മോട് കർത്താവിന് ദിനംപ്രതിയുള്ള ഒരു ആഴമേറിയ ബന്ധം താല്പര്യമാണ്. And this is what brings God's joy. ഇതാണ് ദൈവത്തിന് നമ്മിലുള്ള യഥാർത്ഥ സന്തോഷം ലഭ്യമാക്കി തീർക്കുന്നത്. The earliest benediction in the Bible is called the Aaronic benediction. It comes right out of Numbers. വേദപുസ്തകത്തിലെ ആദ്യത്തെ ഒരു ആശീർവാദം അഹറോന്യ ആശീർവാദമാണ്. And it goes like this: May the Lord bless you and keep you. യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ കാക്കുമാറാകട്ടെ. May the Lord lift up his face upon you and be gracious unto you. യഹോവ തന്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ. യഹോവ നിന്റെ മേൽ കൃപ അരുളുമാറാകട്ടെ. And here is the best translation of that last line. ആ അവസാന വാചകത്തിന്റെ ഏറ്റവും മനോഹരമായ തർജ്ജമ ഇപ്രകാരമാണ്: And may God's face radiate with joy because of you. നിന്റെ ജീവിതം കൊണ്ട് ദൈവമുഖം സന്തോഷത്താൽ പ്രകാശിക്കുമാറാകട്ടെ. God's face ദൈവത്തിന്റെ മുഖം radiating with joy. ഇതാ വലിയ ആനന്ദം പ്രസരിപ്പിക്കുന്നതായി തീരട്ടെ. Because of your presence. നിന്റെ ജീവിതത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ദൈവത്തിന്റെ വദനം പ്രകാശത്താൽ സന്തോഷത്താൽ ആനന്ദത്താൽ പ്രസരിക്കുമാറാകട്ടെ. Because of the relationship you have with him. ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൽ നിന്ന് ആ ഒരു വലിയ ആനന്ദം ജനിക്കുമാറാകട്ടെ. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Oh God, thank you for your word today. ഇന്ന് ഞങ്ങളോട് സംസാരിച്ച നിന്റെ വചനത്തിനായി കർത്താവേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. Thank you for the Marys in our midst. ഞങ്ങളുടെ മധ്യത്തിലുള്ള മറിയകൾക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. But thank you for the Marthas. കർത്താവേ ഞങ്ങളുടെ മധ്യത്തിലുള്ള മാർത്തകൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. Who feed our bodies as the Marys feed our spirits. ഞങ്ങളുടെ ആത്മാക്കളെ ഞങ്ങളുടെ മധ്യത്തിലുള്ള മറിയമാർ അവരുടെ ശുശ്രൂഷ കൊണ്ട് പരിപോഷിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ശരീരങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ക്ഷീണാവസ്ഥകളെ
ധൈര്യമാക്കുന്ന പരിപോഷിപ്പിക്കുന്ന ഞങ്ങളുടെ മാർത്തകൾക്കായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. Let us not put either Martha or Mary down, Lord. Let us lift both up. കർത്താവേ, ഞങ്ങളുടെ മാർത്തയുടെ അനുഭവങ്ങളെയും മറിയുടെ അനുഭവങ്ങളെയും ഒരിക്കലും തരം താഴ്ത്തി കാണുവാനിടയാകാതെ രണ്ട് ജീവിത രീതികളെയും ശുശ്രൂഷ അനുഭവങ്ങളെയും അതേറെ കരുത്ത് നൽകുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. But most of all, teach us how to pleasure in your presence. കർത്താവേ, അതിലുമുപരിയായി നിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം തിരിച്ചറിയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. And may your face radiate with joy. ദൈവമേ, നിന്റെ മുഖം സ്വർഗീയാനന്ദത്താൽ നിറയപ്പെടുവാനും അത് പ്രസരിപ്പാനും ഇടയാക്കുമാറാകണമേ. Because of the pleasure you take in us. ഞങ്ങളുടെ ജീവിതങ്ങളെ പറ്റിയുള്ള നിന്റെ സന്തോഷത്താൽ കർത്താവേ, ദൈവമുഖം തന്നെ പ്രസരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകുമാറാകണമേ. And we pray it in Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പരിചുടുപാലക പരമഗുരു തവ പാദമി പാപിക്കു